ഹലോ, വെൽക്കം ടു ഷെസിൻ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ അമ്മ എപ്പോഴും പറയും എന്താ ഒന്നും ഉണ്ടാക്കത്തെ, എല്ലാവരും ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയൂട്ട. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം നമ്മളെപ്പോഴും യൂട്യൂബ് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഡേ 1 ഡേ 2 എന്നിട്ട് ഓരോ റെസിപ്പിയോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടാണ് ഒരു റെസിപ്പി കണ്ടപ്പോൾ എന്ന് വിചാരിച്ചു അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇക്കാക്കായെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ബ്രെഡും മുട്ടയും വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തേന്ന് വെച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഓനോക്കെ പറഞ്ഞ് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാനതിവിടെ കൊടുന്ന് വെച്ചപ്പോൾ മടിയായി. അപ്പം അമ്മ വെച്ച് ഇതിപ്പോൾ എന്തിനാണ് കൊടുത്തിച്ചേന്ന് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. എന്തുണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ചെയ്യാറ്. അപ്പം പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞ് എനിക്ക് വേണ്ട കട്ട്ലേറ്റ്, ഞാൻ കഴിക്കൂല കട്ട്ലേറ്റ് പറഞ്ഞു. അപ്പോൾ പിന്നെ ചടച്ച്. അപ്പോൾ ഞാനത് മാറ്റിച്ചാൽ പറഞ്ഞു ഇന്ന് നമുക്കൊന്നും ഉണ്ടാക്കണ്ട അമ്മ, നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമായപ്പോൾ എന്താന്ന് പൊരിക്കടി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ഡിസ്കഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇക്കാക്ക പറഞ്ഞു ഞാൻ ഇന്നലെ ബ്രെഡും മുട്ടയും കൊടുക്കുന്നല്ലോ, അതായിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് വെച്ച്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ചോദിച്ചിട്ട് ഞാനുണ്ട് സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ. ബാക്കി വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടാ. എന്തുണ്ടാക്കണമെങ്കിൽ ബ്രെഡും മുട്ടയും അതിൽ വേണം. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ ഷമീസ് കിച്ചണിലുണ്ട് വിരുന്നുകാരെ ഞെട്ടിക്കുന്നൊരു കിഡ്ലർ റെസിപ്പി. നമുക്കെന്തായാലും വീട്ടുകാരെ ഞെട്ടിക്കാം. നമുക്കെന്തെങ്കിലും പുതിയതുണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ യൂട്യൂബിനുള്ള പരസ്യത്തിന് വരെ മനസ്സിലായി ഞാൻ പുതിയതായിട്ട് എന്തുണ്ടാക്കുകയാണെന്ന്. അപ്പം നമുക്ക് ആദ്യം ചിക്കനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെസ്റ്റ് പീസ് വേണം കേട്ടോ. എന്നിട്ട് അതിനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്. ആദ്യം നമുക്ക് ചിക്കനെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറേയൊക്കെ ഉണ്ട് ഐഡിയ കേട്ടോ. ഞാൻ ഫുള്ള് അതിലത്തെ കോപ്പി അടിച്ചില്ല, എന്നാലും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് ഞാൻ നോക്കിയിട്ടാണ്. കുറച്ചൊക്കെ വലിയ പീസായിക്കോട്ടെ കേട്ടോ. എന്താണെന്നറിയാമോ, എന്നാലും ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഇറച്ചി കടിക്കുള്ളൂ, അപ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇത് നന്നായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ കൂടി കൂടിയിട്ടിട്ട് ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ നമുക്ക് കോരിയെടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഉള്ളിനെ വഴറ്റിയെടുക്കാം. എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഫസ്റ്റായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനെപ്പറ്റി യാതൊരു ABCയും എനിക്കില്ല. എന്തായാലും ഉക്കാക്ക കൊടുന്ന ബ്രെഡും മുട്ടയും വേണമെന്ന് മസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇതായിട്ടുള്ള തന്നെ സെർച്ച് ചെയ്ത് നോക്കിയത് കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും എല്ലാവരും കഴിക്കണമല്ലോ. ഒരാൾക്ക് പറ്റാത്ത വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും കഴിക്കണത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിയല്ലേ. അപ്പോൾ അതാ പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാതെ ഇതിപ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ചിക്കൻ്റെ വെച്ച് എന്തുണ്ടാക്കണമെങ്കിൽ ഇവരെ രണ്ടാളും ഒഴിവാക്കാറില്ല കേട്ടോ. ഇതിങ്ങനെ വാടി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് റൈസ് ഇട്ടിട്ട് ബിരിയാണി ആക്കിയാലോ.
പിന്നെ ലക്ഷ്യം അതല്ലല്ലോ, ബ്രെഡ് മുട്ടയും എന്തായാലും എടുക്കണമെന്നുള്ള തീരുമാനത്തിലല്ലേ. അപ്പം അമ്മ വെന്ത് വന്നിട്ട് അപ്പോൾ ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനിയൊരു ബൗളിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 മുട്ടയാണ് കേട്ടോ. പിന്നെ ഉപ്പിട്ട് ലേശം കുറച്ച് കുരുമുളക് പൊടിയും പാലും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാ. ശേഷം ചോദിക്കുന്നുണ്ട് ഉമ്മച്ചി ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണോന്ന്. ഞാൻ പറഞ്ഞല്ലടാ, ഇജ്ജ് വെയിറ്റ് ചെയ്യും. നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും ഓനക്കറിയില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഓൻ വിചാരിച്ചിട്ട് ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കുകയാണെന്ന്. അങ്ങനെ ഇതൊക്കെ റെഡിയായി വന്നപ്പം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ബാറ്ററിൽ ബ്രെഡ് മുക്കിയിട്ട് ഇവിടെ മൊത്തമായിട്ട് ഫില്ല് ചെയ്തിട്ടാ. ഒരു ഗ്യാപ്പും പാടില്ല കേട്ടോ, മൊത്തമായിട്ട് ഫില്ല് ചെയ്യണേ. ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ബാറ്ററിൽ മുക്കിയിട്ട് ഒരു ഗ്യാപ്പ് പോലും പാടില്ല കേട്ടോ, ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണേ. ഒരു ഗ്യാപ്പും കാണാതെ ചെറിയ ചെറിയ പീസൊക്കെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ബാറ്റർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെങ്ങനെ തിരിച്ചിടും ഇങ്ങനെ ആലോചിച്ചിട്ടാണ്. ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിന് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടാണ്. ചെറിയ സൈഡ് ഒന്ന് പൊട്ടിപ്പോയിക്കണം കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത്, എന്നാലും ഏകദേശം റെഡി ആയിക്കണം കേട്ടോ. അങ്ങനെ മറ്റേ സൈഡും വെന്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തന്നെ അഭിമാനം. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയോ എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ സംഭവം എന്തായാലും കിട്ടിലേക്കണ്. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.